കേരളത്തിന് പുതുതായി അനുവദിച്ച എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ നിർവഹിച്ചു. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നായിരുന്നു ട്രെയിനിന്റെ ഉദ്ഘാടന യാത്ര. 8 കോച്ചുകളുള്ള ട്രെയിൻ ബുധനാഴ്ചയൊഴികെ ആഴ്ചയിൽ 6 ദിവസവും സർവീസ് നടത്തും. പുതിയ വന്ദേ ഭാരത് പ്രവർത്തനം ആരംഭിക്കുന്നതോടെ സദേൺ റെയിൽവേക്ക് കീഴിലുള്ള വന്ദേ ഭാരത് ട്രെയിനുകളുടെ എണ്ണം 12 ആകും. കേരളത്തിൽ തൃശൂർ, പാലക്കാട് എന്നിവിടങ്ങളിലെ സ്റ്റോപ്പുകൾ കൂടാതെ KR പുരം, സേലം, ഈറോഡ്, തിരുപ്പൂർ, കോയമ്പത്തൂർ ഉൾപ്പെടെ 6 സ്റ്റോപ്പുകൾ മാത്രമാണ് എറണാകുളം ബംഗളൂരു വന്ദേ ഭാരതിന് ഉണ്ടാവുക. അതിനാൽ എറണാകുളത്ത് നിന്നും ബംഗളൂരു വരെയുള്ള 630 കിലോമീറ്റർ ദൂരം 8 മണിക്കൂർ 40 മിനിറ്റ് കൊണ്ടാണ് എത്തുക. ഈ പാതയിലൂടെയുള്ള ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ട്രെയിൻ സർവീസാകും എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത്. രാവിലെ 5:10 KSR ബംഗളൂരുവിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ ഉച്ചയ്ക്ക് 1:50 എറണാകുളത്തെത്തും. എറണാകുളത്ത് നിന്ന് ഉച്ചയ്ക്ക് 2:20 പുറപ്പെട്ട് രാത്രി 11 ബംഗളൂരുവിലും എത്തും. ചെയർകാറിന് 1095 രൂപയും എക്സിക്യൂട്ടീവ് ചെയർകാറിന് 2289 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. 8 കോച്ചുകളുള്ള ട്രെയിനിൽ 600 യാത്രക്കാർക്ക് ഒരു സമയം യാത്ര ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. എറണാകുളം സൗത്ത് സ്റ്റേഷനിൽ നിന്ന് ആരംഭിച്ച എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, മന്ത്രി P രാജീവ് എന്നിവരും മറ്റ് ജനപ്രതിനിധികളും പങ്കെടുത്തു. ഉദ്ഘാടനയോട്ടത്തിൽ ജനപ്രതിനിധികൾ, മാധ്യമപ്രവർത്തകർ, അധ്യാപകർ, കുട്ടികൾ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ തുടങ്ങിയ സുവനിയർ ടിക്കറ്റുള്ളവർ മാത്രമാണ് യാത്ര ചെയ്തത്. നവംബർ 11 എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് ട്രെയിനിന്റെ സാധാരണ സർവീസ് ആരംഭിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. DA കുടിശ്ശിക ഇനത്തിൽ ജീവനക്കാർക്ക് നഷ്ടം ലക്ഷങ്ങൾ. പെൻഷൻകാർക്ക് 190 മാസത്തെ കുടിശ്ശിക നഷ്ടം വന്നതായി റിപ്പോർട്ട്. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും DA കുടിശ്ശിക നിഷേധിച്ചതിലൂടെ ഓരോരുത്തർക്കും നഷ്ടമായത് ലക്ഷങ്ങളാണ്. ഏറ്റവും താഴ്ന്ന ശമ്പള സ്കെയിലുള്ള ഓഫീസ് അസിസ്റ്റന്റുമാർക്ക് 187 മാസത്തെ കുടിശ്ശിക നഷ്ടത്തിലൂടെ 1.27 ലക്ഷം രൂപ നഷ്ടം വരും. എന്നാൽ ചീഫ് എഞ്ചിനീയർ, സെക്രട്ടേറിയറ്റിലെ സ്പെഷ്യൽ സെക്രട്ടറി എന്നീ ഏറ്റവും ഉയർന്ന തസ്തികകളുള്ളവർക്ക് 9.25 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടാവുന്നത്. അതേസമയം പെൻഷൻകാർക്ക് 190 മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് നഷ്ടം വരുന്നത്. മുൻപ് ഇത്തരത്തിലുണ്ടാവുന്ന ക്ഷാമബത്ത കുടിശ്ശിക പെൻഷൻകാർക്ക് നേരിട്ട് നൽകുകയും ജീവനക്കാർക്ക് PF-ൽ ലയിപ്പിക്കുകയുമാണ് ചെയ്തിരുന്നത്. 2021 അധികാരത്തിൽ വന്ന ശേഷമാണ് സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി സർക്കാർ DA പ്രഖ്യാപനം അനന്തമായി നീട്ടിക്കൊണ്ടുപോയത്. നിലവിൽ 13% DA കുടിശ്ശികയാണ് സർക്കാർ നൽകാനുള്ളത്. കഴിഞ്ഞയാഴ്ച പ്രഖ്യാപിച്ച 4% DA വർധന മുൻകാല പ്രാബല്യത്തോടെ നൽകാനാണ് മന്ത്രിസഭ തീരുമാനമെടുത്തതെങ്കിലും ധനവകുപ്പ് ഇടപെട്ട് കുടിശ്ശിക വെട്ടിയത് സംബന്ധിച്ച വാർത്ത മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു. 2021 ഫെബ്രുവരിയിലാണ് നിലവിലുള്ള ശമ്പള കമ്മീഷൻ നിലവിൽ വന്നത്. 2021 ജനുവരി മുതൽ 2023 ജനുവരി വരെയുള്ള DA വർധനയാണ് ഇതുവരെ അനുവദിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പ്രധാന വാർത്തകൾ വീണ്ടും.